നോമ്പ് റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കുള്ള ഹോസ്പിറ്റൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുവാണ്. അസ്സലാമു അലൈക്കും. ഫസ്റ്റ് വൺ, ഫാസ്റ്റിംഗ് ടൈമിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ്, ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ചെറിയൊരു എമൗണ്ട് ബ്ലഡ് മാത്രമേ അവിടെ ലോസ് ആവുന്നുള്ളൂ, ഒരു 2 to 5 ml. അത് നമ്മുടെ നോമ്പിനെ മുറിക്കുന്നില്ല. ഇനി കപ്പിംഗ്, ബ്ലഡ് ഡൊണേഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ബ്ലഡ് ലോസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത്രയും എമൗണ്ട് ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആകുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത്രയും ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അത് ഭക്ഷണത്തിലൂടെയാണ് മെയിനായിട്ടും ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇഞ്ചെക്ഷൻസ്. അത് ഇൻട്രാ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതേപോലെ ഇൻട്രാവീനിയസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചെക്ഷൻസ് ഒക്കെ പെർമിസിബിൾ ആണ്, എക്സെപ്റ്റ് ആ ഇഞ്ചെക്ഷനിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ എനർജി ആയിട്ട് ഒരു നറിഷ്മെൻറ്റ്, ബോഡിക്ക് ഒരു നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് ആണെങ്കിൽ അത് പെർമിസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്ലൂക്കോസ് ഡ്രിപ്പ്, അത് പെർമിസിബിൾ അല്ല. പക്ഷേ ഇൻസുലിൻ എടുക്കുന്നത് അത് പെർമിസിബിൾ ആണ്. നെക്സ്റ്റ്, ഐ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ്, അതായത് കണ്ണിലും ചെവിയിലും ഉപയോഗിക്കുന്ന തുള്ളിമരുന്ന്, അത് രണ്ടും പെർമിസിബിൾ ആണ്. പിന്നെ കണ്ണിൻ്റെ കേസിൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ചെറിയൊരു ദ്വാരം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ തുള്ളിമരുന്ന് ഒഴിച്ച് കഴിഞ്ഞാലും അത് മൂക്കിലൂടെ വായിലേക്ക് എത്താനുള്ളൊരു ടേസ്റ്റ് കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പൊതുവേ നമുക്കൊരു കയ്പ്പ് രസം തൊണ്ടയിലുണ്ടാകുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, നെയ്സൽ ഡ്രോപ്സ് ഓർ സ്പ്രേസ്, മൂക്കിന് ഉപയോഗിക്കുന്ന തുള്ളിമരുന്ന് അല്ലെങ്കിൽ സ്പ്രേസ്, ഇത് നമ്മുടെ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നോമ്പിൻ്റെ ടൈമിൽ ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല. കാരണം മൂക്കും തൊണ്ടയും കണക്റ്റഡ് ആണ്. നമുക്ക് മൂക്കിലൂടെയും ഭക്ഷണങ്ങൾ, വെള്ളം എൻ്റർ ചെയ്യാൻ പറ്റും ത്രോട്ടിലേക്ക്. പിന്നെ നിമിത്തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് നോമ്പുള്ളപ്പോൾ കൂടുതൽ മൂക്കിലേക്ക് വെള്ളം കപ്പിളിക്കേണ്ട എന്ന്. നെക്സ്റ്റ്, അൾട്രാസൗണ്ട് ഓർ എക്സ്റേസ്, ഇതും ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുന്നതിന് മുന്നേ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് എടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് റമദാൻ മാസം കഴിയുന്നത് വരെ ഡിലേ ചെയ്യാം, അല്ലെങ്കിൽ മഗ്രിബ് വരെ ഡിലേ ചെയ്യാം, മഗ്രിബിന് ശേഷം ചെയ്യാം. ഇനി അത്രയും അർജൻറ്റ് ആണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് റമദാനിന് ശേഷം നിങ്ങൾ ഫാസ്റ്റിംഗ് മേക്കപ്പ് ചെയ്താൽ മതി. ഇനി ഗൈനക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പാപ്സ്മിയർ, ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ, ഇൻസേർഷൻ ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് IUD, മെഡിക്കേഷൻ, പാസറീസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇനി ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുളി നിർബന്ധമല്ല. അതുപോലെ ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള പിന്നെ റൂട്ട് കനാൽ, പല്ലെടുക്കുക, ഫില്ലിങ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക, പോളിഷിങ് ചെയ്യുക, ഇതൊന്നും ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് നടത്തുമ്പോൾ വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ സമയത്ത് ബി കെയർഫുൾ നോട്ട് ടു സ്വോളോ. പറ്റുമെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സൊക്കെ റമദാനിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യുക. നെക്സ്റ്റ്, ഇൻഹേലേഴ്സ്. ആസ്മ അല്ലെങ്കിൽ അതുപോലെ രോഗങ്ങൾക്കായിട്ട് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യില്ല. കാരണം അതിൻ്റെ ആ ഒരു മെഡിസിൻസ് ശ്വാസകോശത്തിലേക്കാണ്, ലങ്സിലേക്കാണ് പോകുന്നത്, നമ്മുടെ സ്റ്റൊമക്കിലേക്കല്ല. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യില്ല. ഈ ഇൻഹലേഴ്സ് ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്, അത് ഭക്ഷണമല്ല. അതുപോലെ നെബുലൈസേഴ്സ്, സ്റ്റീം, ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്റ്റീം വെള്ളത്തിൻ്റെ രൂപത്തിൽ നമ്മൾ വായിലേക്കും മൂക്കിലേക്കും എത്തിയാൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യില്ല. ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റീം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ നേസൽ ഏരിയയിൽ ബാം അല്ലെങ്കിൽ വിക്സൊക്കെ ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. ഇനി സബ്ലിംഗലായിട്ട് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് പെയിനൊക്കെ, അപ്പം നാവിൻ്റെ അടിയിലാണ് മെഡിസിൻ വെക്കുന്നത്. ആ ഒരു മെഡിസിൻ നാവിൻ്റെ ആ ഒരു മെമ്പറിലൂടെ അബ്സോർവ് ചെയ്തു പോകുന്നുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യില്ല. ലാസ്റ്റ് വൺ, സപ്പോസിറ്ററീസ്, അതായത് മലദ്വാരത്തിൽ വെക്കുന്ന മെഡിസിൻസ്. ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യില്ല. ഇനിയിപ്പോൾ ഒരാൾ ഇത് ഒരു പോഷണം, ശരീരത്തിന് പോഷണം നൽകുന്ന രീതിയിലാണത് വെക്കുന്നതെങ്കിൽ അത് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്.